2008 വർഷത്തിൽ വളരെ കുറച്ച് കാലം ഞാൻ റെയിൽവേയിൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസിലേക്ക് പോകാനായി വണ്ടി കയറിയ ഗോവിന്ദൻ എന്ന ഒരാളാണ് പരാതിക്കാരൻ. അദ്ദേഹം സംഭവം നടന്ന് പിറ്റേ ദിവസമാണ് സ്റ്റേഷനിലെത്തി വിവരം പറയുന്നത്. സ്റ്റേഷനിൽ ചാർജിൻ്റെ ആൾ ആ വിവരം രേഖപ്പെടുത്തി. ആ വിവരം ഇങ്ങനെയായിരുന്നു: ഇയാൾ ആഭരണങ്ങൾ ഉണ്ടാക്കി മദ്രാസിൽ കൊണ്ടുപോയി വിൽക്കാൻ ആളാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഏതാണ്ട് 600 ഗ്രാമോളം വരുന്ന ആഭരണങ്ങൾ, വിവിധ ആഭരണങ്ങൾ ഒരു തുണിസഞ്ചിയിലാക്കി അദ്ദേഹം അരയിൽ തിരികെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസിലേക്ക് കയറാൻ ചെന്നൈ മെയിൽ കാത്ത് നിൽക്കുകയായിരുന്നു. ട്രെയിൻ വന്നു. അയാൾ കയറുമ്പോൾ, ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇടിയുണ്ടാക്കി, ബഹളം അല്ല, തിക്കും തിരക്കും ഉണ്ടാക്കി. അതിനിടയിലായിരിക്കാം അയാളുടെ അരയിൽ തിരികെയിരുന്ന ആഭരണങ്ങൾ പോയത് എന്ന് അദ്ദേഹം മൊഴി നൽകി. പക്ഷേ ഇദ്ദേഹം മൊഴി നൽകുന്ന അവസരത്തിലും ഇത്ര വലിയ ഒരു സാധനം, അരയിൽ തിരികെ വെച്ച ഒരു സാധനം എങ്ങനെ മോഷണം നടത്തും എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന സ്ക്വാഡിലുണ്ടായിരുന്ന ബിജുരാജ് അടക്കമുള്ള പോലീസുകാർ ആ കാര്യത്തിൽ സംശയം ഉന്നയിച്ചു. അപ്പോൾ എനിക്കും തോന്നി അതൊരു ശരിയാണല്ലോ, എത്ര തിക്കും തിരക്കുമാണെങ്കിലും അരയിൽ നന്നായി മുറുക്കി തിരികെ വെച്ച ഇത്രത്തോളം വലിയൊരു സഞ്ചി, ചെറിയ സാധനമാണെങ്കിൽ ചെയ്യാം, അല്ല ഇതെങ്ങനെ സാധിക്കും എന്നുള്ള സംശയം വന്നപ്പോൾ അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അരയിൽ തന്നെ ഒരു പൊതി വെച്ച് അത് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങോട്ടത് ക്ലിയർ ആയില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ അങ്ങ് വിശ്വാസത്തിൽ എടുക്കാൻ ഞങ്ങൾക്കൊരു മടിയായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഇങ്ങനൊരു പരാതി പറഞ്ഞപ്പം കേസെടുക്കാതെ അന്വേഷിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ സ്റ്റേഷനിൽ ഈ സംഭവത്തിന് FIR രജിസ്റ്റർ ചെയ്തു. റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൻ്റെ അന്വേഷണം ഞാൻ ഏറ്റെടുത്തു. ഈ കേസിൻ്റെ അന്വേഷണ വേളയിലും മുമ്പും പലപ്പോഴും നമുക്ക് ബോധ്യമായതും മനസ്സിലായതുമായ ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ മിടുക്കന്മാരായ പോലീസുകാർ, അത് കണ്ണൂർ സ്ക്വാഡിനെ പോലെയുള്ള അത്രയും മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിൽ ഏത് കേസ് നമുക്ക് തെളിയിക്കാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ പോലീസുകാരെയൊക്കെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു വിട്ടാൽ ഒരാഴ്ച ആണെങ്കിലും പോയി അവർ പുറത്തായാലും എവിടെയാണെങ്കിലും പോലും നിന്ന് ബുദ്ധിമുട്ടി കേസ് കണ്ടുപിടിക്കുന്നതിനും പ്രതിയെ പിടിക്കുന്നതിനും ഒക്കെ അവർ കാണിക്കുന്ന ജാഗ്രത, അത് ഈ കേസിൻ്റെ കാര്യത്തിലും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി, എനിക്ക് അനുഭവിക്കാനും സാധിച്ചു. കാരണം അവരത്ര മാത്രം കഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അത്രമാത്രം അന്വേഷണം നടത്തിയത് കൊണ്ടാണ്, എൻക്വയറി നടത്തിയത് കൊണ്ടാണ് ഈ കേസിൻ്റെ തെളിവിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ആദ്യ അന്വേഷണ ഘട്ടത്തിൽ ഇതാരാണ് ചെയ്തതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റാഫിനെ കണ്ട് ചോദിച്ചു നോക്കി, റെയിൽവേ സ്റ്റേഷനിലുള്ള സ്റ്റാഫിനെ കണ്ട് ചോദിച്ചു നോക്കി, ഇയാളുടെ ഒപ്പം സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ കാണാൻ ശ്രമം നടത്തി. പക്ഷേ ആരെയും കണ്ടുകിട്ടിയിട്ടില്ല. ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ നിന്നൊന്നും ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ സാധാരണ ഒരു കളവ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡസ് ഓപ്പറാണ്ടി വെച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലുള്ള എല്ലാവരെയും തന്നെ പോലീസ്, ഈ സ്ക്വാഡിലുണ്ടായിരുന്ന പോലീസുകാർ നേരിലുമല്ലാതെയും അന്വേഷണം നടത്തി അവരുടെ ഈ സംഭവത്തിൽ, ഈ ഇൻസിഡൻറ്റിലുള്ള അവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. 2 മാസക്കാലം ഈ കേസിൽ പോലീസുകാർ പലരെയും കുറിച്ച് അന്വേഷണം നടത്തുകയും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടി ആവുന്നത്ര ശ്രമിച്ചു. 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കേസിലേക്ക് ചെറിയൊരു ലീഡ് കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
കോഴിക്കോട് അങ്ങാടിയിൽ ഒരു മാല വിൽക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നും അയാൾക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ഒരു വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഈ വരുന്നയാളെ കോഴിക്കോട് സ്വർണ്ണ വ്യാപാരം നടക്കുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലത്ത് മാർക്കറ്റിൽ വെച്ചിട്ട് ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. ഈ മാല എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിച്ചപ്പോൾ അയാളത് വീട്ടിലെ മാലയാണ്, അത് ഒരാവശ്യമുണ്ട്, അതുകൊണ്ട് വിൽക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. മലപ്പുറംകാരനായ നീ എന്തിനാ ഈ മാല വിൽക്കാനായിട്ട് കോഴിക്കോടങ്ങാടിയിൽ വന്നത് എന്ന് ചോദിച്ചതിന് അത് ഇവിടെയാണ് മാർക്കറ്റുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ടായി. തന്നെയുമല്ല, ഞങ്ങൾ ഇയാൾ പറഞ്ഞ രീതിയിലുള്ള ഏതൊക്കെ ആഭരണങ്ങളാണ് നിങ്ങൾ മദ്രാസിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുപോയതെന്ന് ഞങ്ങൾ പരാതിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അത് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ വിൽക്കാൻ വന്ന മാല അത് ഇതിനകത്ത് ഉൾപ്പെട്ടതാണോ എന്ന് ഒരു ചെറിയ സംശയം ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഈ പരാതിക്കാരനെ വിളിച്ചു വരുത്തി. അപ്പോൾ അയാളത് നോക്കിയിട്ട് സാറ് ഇതെൻ്റെ മാല തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും പ്രതിയെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവൻ എനിക്ക് ഒരാൾ തന്നതാണ് എന്ന് പറഞ്ഞ് ആരാണ് തന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യം ചെയ്യലിൽ നിന്നും ഈ കേസിൽ ഉൾപ്പെട്ട 2-3 പേരുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ആ പ്രതിയെ, മമ്മൂട്ടി എന്ന് പറയുന്ന പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തി. അത് രസമല്ല, ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ കുറേയേറെ കേസുകൾപ്പെട്ട റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ കുറേ എണ്ണത്തിൽ ഉൾപ്പെട്ടയാളാണ്. അയാൾക്ക് വലിയ ഒരു ടീം തന്നെയുണ്ട്, ഒരു ഗ്യാങ് തന്നെയുണ്ട് ഓപ്പറേഷന് വേണ്ടി. അപ്പം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ വിശദമായി ചോദ്യം ചെയ്ത് മുതൽ ബന്ദോബസ്തിലെടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്താനും ഇതിനകത്ത് ഉൾപ്പെട്ട ജെയിംസ്, മമ്മൂട്ടി, മുഹമ്മദ് അടക്കമുള്ള 9 പ്രതികളെയും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. 2 മാസങ്ങൾക്ക് ശേഷമാണ് അതിന് സാധ്യമായത്. അത് പലരെയും പല സ്ഥലത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തു, വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതികളെ 9 പ്രതികളുണ്ടല്ലോ, 9 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അടുത്തുനിന്ന് ഈ പരാതിക്കാരൻ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചു. ഈ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്തു. ഇതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പം അവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലായത് ഇയാളെ കുറേ നാളുകളായി, ഇയാൾ ആഭരണം ഉണ്ടാക്കുന്ന ആളാണെന്നും അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ഇവർക്കറിയാമെന്നും ഇവർ പറഞ്ഞു. ഈ സംഭവം നടക്കുന്നതിന് ഒരു 3-4 ദിവസമായിട്ട് ഇയാളെ ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ ഓപ്പറേഷൻ സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചു, ഈ പ്രതികളോട് ചോദിച്ചു. അപ്പോൾ ഒരു പ്രതി അത് വിശദമായി തന്നെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഈ സംഭവത്തിലെ ഓപ്പറേഷൻ നടത്തിയത്. അത് വളരെ തന്ത്രപരമായിട്ട്, വളരെ മെരുക്കത്തോടു കൂടി ആണ് അവർ ആ കൃത്യം ചെയ്തത്. ഇയാൾ റെയിൽവേ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ കയറാനായിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇയാളുടെ അടുത്തേക്ക് നീങ്ങി ഇയാളെ
അമക്കി വെച്ച് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഈ ട്രെയിനിൻ്റെ വാതിലിൽ ഇവർ തടഞ്ഞു വെക്കുന്നത് പോലെ വെച്ച് പ്രസ് ചെയ്തു. ആ പ്രസ് ചെയ്തതിനിടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പ്രതി എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കഷ്ണം ബ്ലേഡ് കൊണ്ട് അറുത്തിട്ട് ഷർട്ടും അറുത്ത് ആണ് ഈ സാധനം എടുത്തത്. ഷർട്ടും സഞ്ചിയും മുറിച്ചിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു മാക്സിമം 1 മിനിറ്റ് സമയം കൊണ്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഈ റെയിൽവേയിലുണ്ടാകുന്ന കേസുകൾ മിക്കവാറും നമുക്കറിയാം ഇങ്ങനത്തെ കേസുകളാണ്, ബ്ലേഡ് ഉപയോഗിച്ചുള്ള പരിപാടികളാണ്. ആഭരണങ്ങൾ, അതേപോലെ തന്നെ പേഴ്സ്, പിന്നെ ബാഗ്, ഇത്തരം സാധനങ്ങളിൽ നിന്നും മോഷണം നടത്തുന്നത് ബ്ലേഡ് ഓപ്പറേഷനാണ്. ആരും അറിയാതെ, എൻ്റെ കൈവശം ഇരിക്കുന്ന ആൾ ബാഗിൻ്റെ ഉടമയെ അറിയാതെ തന്നെ ബാഗ് മുറിച്ച് മോഷണം നടത്താനുള്ള വൈദഗ്ധ്യം നേടിയവരാണ് റെയിൽവേയിലെ കളവ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ വളപട്ടണം CA ആയിരുന്ന 2010 കാലത്ത് വീടിൻ്റെ തൊട്ടടുത്ത് വെയിറ്റിംഗ് ഷെഡിൽ സുഹൃത്തുക്കളോടൊപ്പം വർത്തമാനം പറഞ്ഞിരുന്ന വിനീഷ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ എതിർ പാർട്ടിയിലുള്ളവർ 2 പേരൊരു ബൈക്കിൽ വന്ന് കൊടുവാൾ വെച്ച് വെട്ടി. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി. ഇവൻ വെട്ടുകൊണ്ട് നിലത്ത് വീണ്. വിനീഷിനെ കൂടെ ഉള്ളവർ മറ്റുമൊക്കെ വന്ന് മറ്റേ അക്രമികൾ പോയതിന് ശേഷം മറ്റുള്ളവർ വന്ന് സീരിയസ് പരുക്കാത്ത തലയ്ക്കും കഴുത്തിനുമൊക്കെ പരുക്കേറ്റിട്ടുണ്ട്. വിനീഷിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ് ഞാനും പാർട്ടിയും അവിടെ എത്തി. കാരണം പൊളിറ്റിക്കലായതുകൊണ്ട് റിട്ടാലിയേഷനുള്ള സാധ്യതയുണ്ട്, പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി പുതിയ തെരുവ് അതിനപ്പുറത്തേക്കൂടെ എല്ലാ ഭാഗങ്ങളിലും, വളപട്ടണം സ്റ്റേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും പെട്രോളിംഗ് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ആവശ്യമായ സ്ഥലത്ത് പിക്കറ്റ് പോസ്റ്റ് ഏർപ്പെടുത്തി. സംഭവ സ്ഥലത്ത്, ബ്ലഡ് കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തി. അതിനുശേഷം ഈ സംഭവത്തിന് FIR രജിസ്റ്റർ ചെയ്തു. തുടർന്ന് അത് 307 ആയിരുന്നു, വധശ്രമ കേസായതുകൊണ്ട് ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. സയൻറ്റിഫിക് അസിസ്റ്റൻ്റിൻ്റെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി. അവിടുന്ന് ബ്ലഡ് ശേഖരിച്ച് സാക്ഷികൾ, അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 1-2 പേരെയും സമീപ പ്രദേശത്തുള്ള സാക്ഷികളെയും വിശദമായി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. ആ മൊഴികളിൽ നിന്നും ഈ സംഭവത്തിൽ വിനീഷിനെ വെട്ടിയത് ഒരു ബൈക്കിൽ വന്ന 2 പേരാണ്, ഒരു കൊടുവാളും കൊണ്ട് വന്നിരുന്നു എന്ന് വ്യക്തമായി. ആൾക്കാരെയും വ്യക്തമായിട്ടുണ്ട്. എതിർ പാർട്ടിയിലെ പ്രതികൾ നൗഫലും മനാഫും ആയിരുന്നു. പക്ഷേ ഈ അന്വേഷണം ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ടൊരു വൈകുന്നേര സമയമായിട്ടുണ്ടാവും. ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വിളി എനിക്ക് കിട്ടി. ഞാൻ അറിഞ്ഞത്, ആ ഫോണിലൂടെ പറഞ്ഞത് വിനീഷ് കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോഴത്തേന് ആ ഏരിയ സെൻസിറ്റീവായി മാറി. പിന്നെ കുറച്ചുകൂടെ ശക്തമായി DYSPയുടെയും SP-യുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു പട്രോളിങ്ങും പോലീസ് ജാഗ്രതയും ഏരിയയിലെമ്പാടും ഉണ്ടാക്കി. അതിനു വേണ്ടുന്ന പോലീസ് അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഈ കേസിൽ 2 ബൈക്കുണ്ട്, 6 പ്രതികളുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, അങ്ങനെയല്ല അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയത്, 2 പേരും ഒരു ബൈക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതങ്ങനെയല്ല, നിങ്ങൾ ശരിക്ക് അന്വേഷിക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് മറുപടി പറഞ്ഞു. ഞാൻ ഈ ഇൻസിഡൻറ്റ് പറയാൻ കാരണം നേരത്തെയൊക്കെ ഈ രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സാക്ഷികളെ ചോദ്യം ചെയ്യുന്നുള്ളായിരുന്നു, പ്രതികളെ ചോദ്യം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. എല്ലാ കേസിലും ഒന്നല്ല, പ്രധാനപ്പെട്ട കേസുകളിലൊന്നും അങ്ങനെ മിക്കവാറും കേസുകൾ ചെയ്യാറില്ല. എന്നാൽ മനോജ് എബ്രഹാം സാറ് കണ്ണൂർ SP ആയി വന്നതിന് ശേഷം നല്ല ശക്തമായ നിർദ്ദേശം അദ്ദേഹം നൽകി. അതായത് സാക്ഷികളെ പോലെ തന്നെ പ്രതികളെയും ചോദ്യം ചെയ്യണം, എങ്കിൽ മാത്രമേ കേസിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ സമീപകാലത്ത് ഒക്കെ റിപ്പോർട്ട് ചെയ്ത കേസുകളിലൊക്കെ, അല്ലെങ്കിൽ അതിന് ശേഷം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തും അതിന് ശേഷവും അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളെയും വ്യക്തമായിട്ട് ചോദ്യം ചെയ്യും. അത് രാഷ്ട്രീയ കേസിലെ പ്രതികളായാലും അങ്ങനെ ഒരു രീതി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് കേസുകളുടെ കാര്യമല്ല, രാഷ്ട്രീയ കേസിൻ്റെ കാര്യമാണ്. മറ്റ് കേസുകളിലൊക്കെ കൃത്യമായിട്ടാണ് പോലീസ് പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ഈ കേസുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു പ്രവണതയും അക്കാലത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രതികളുടെ പേര് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ കൂടുതൽ പ്രതികളെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ പറയുന്നത് വഴി അന്വേഷണ ഉദ്യോഗസ്ഥന് ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം മനോജ് സാറ് അങ്ങനെയൊരു മനസ്സിലാക്കിയിട്ടുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു നിർദ്ദേശം നൽകിയത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മെനക്കെട്ടില്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് ആ കേസിനത് ഗുണമുണ്ടാവുകയും ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതികൾ ആരാണെന്ന് മനസ്സിലായി. 2 പേര് ഉണ്ട്. ഞാൻ 2-3 മാസക്കാലം അന്വേഷണം നടത്തിയതിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും എനിക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചില്ല, അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുപയോഗിച്ച ആയുധവും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് ശേഷം വന്ന യു പ്രേമൻ എന്ന CI, വളപട്ടണം CI ആയിട്ട് വന്നതാണ് അദ്ദേഹം 3 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ കേസിലെ 1-ാം പ്രതിയായ മനാഫ് ഇന്ത്യക്ക് പുറത്ത് വെച്ച് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 2-ാം പ്രതിയായ നൗഫലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2-ാം പ്രതിയെ ചോദ്യം ചെയ്ത് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തി. ആ കുറ്റസമ്മതമൊഴി പ്രകാരം കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം, അത് ഇവർ തിരിച്ച് ബൈക്കിൽ പോകുന്ന വഴിക്ക് കളഞ്ഞ ആയുധം, തുരുമ്പ് പിടിച്ച് 3 വർഷങ്ങൾക്ക് ശേഷമാണ് തുരുമ്പ് പിടിച്ച ആയുധം അദ്ദേഹം സീസ് ചെയ്തു. മൊഴി പ്രകാരം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി, ആയുധവും ഹാജരാക്കി, എക്സാമിനേഷൻ അയച്ചു, ആയുധം മറ്റ് മുതലുകളും. ഈ കേസിൻ്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. വിസ്താരവേളയിൽ കോടതിയിൽ ഹാജരായ പ്രധാനപ്പെട്ട സാക്ഷികൾ എല്ലാം തന്നെ കൂറുമാറി. ഞാൻ എവിഡൻസ് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞ് ഇതിങ്ങനെയാണ് സംഭവം, ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറിയിട്ടുണ്ട്, കേസ് വീക്കാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവരുടെ കേസല്ലേ, അവരെല്ലാം താല്പര്യപൂർവ്വം വരേണ്ടത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ എവിഡൻസ് കൊടുത്തു. എനിക്ക് ശേഷമാണ് ഈ കേസിൽ ചാർജ് ചെയ്ത യു പ്രേമൻ എവിഡൻസിനെത്തിയത്. അദ്ദേഹവും കോടതിയിൽ എവിഡൻസ് ഭംഗിയായി കൊടുത്തു. ഈ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറിയിട്ടും ആ കേസിൽ പ്രതിക്ക് തടവ് ശിക്ഷ ലഭിച്ചു. സാഹചര്യ തെളിവുകളുടെയും 27 റിക്കവറിയുടെയും അനുബന്ധ സാക്ഷികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ആ പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ഇതും കേസ് അന്വേഷണത്തിൽ യു പ്രേമനും അതിനു മുമ്പ് ആ കേസ് കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ കാണിച്ച ഒരു ജാഗ്രതയുണ്ട്.
അപ്പോൾ പ്രധാനപ്പെട്ട സാക്ഷികളില്ലെങ്കിലും സാഹചര്യ തെളിവ് വെച്ച് കേസുകൾ തെളിയിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വളപട്ടണം സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായ ഈ കൊലപാതക കേസ്. രാഷ്ട്രീയ കേസായതുകൊണ്ട് പ്രതികളെ പിടിക്കാനുള്ള സമ്മർദ്ദം വലുതായിട്ടുണ്ടായിരുന്നു. അത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവനെ ആ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ നിലയിലുള്ള ഒരു അന്വേഷണം, എൻക്വയറി തുടർച്ചയായിട്ട് നടത്തി. അപ്പോൾ ഇല്ലെങ്കിൽ അതിനൊരു പ്രതികാരത്തോടു കൂടിയുള്ള മറ്റൊരു സംഭവം ഉണ്ടാകുമെന്ന് വരെയുള്ള അവസ്ഥ വന്നു. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചു. താമസിച്ചാണ് അറസ്റ്റ് നടത്തിയതും താമസിച്ചിട്ടാണ് റിക്കവറി നടത്തിയിട്ടും നേരിട്ട് ഉള്ള സാക്ഷികൾ കൂറുമാറിയിട്ടും കേസ് ശിക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിജയമായി കാണേണ്ടത്. സർക്കാർ വക ഭൂമിയിൽ അക്കേഷ്യ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു അക്കേഷ്യ മരത്തിൻ്റെ ചുവട്ടിൽ ഏതാണ്ട് 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ സംഭവം നടന്നത് അവിടെയല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ഓടിക്കൂടിയ നാട്ടുകാർ ആണ് ആദ്യം ഇത് കാണുന്നത്. പിന്നീട് അതുവഴി വന്ന നമ്മുടെ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇത് കാണാൻ ഇടയായി. അപ്പം മൊയ്തീൻകുട്ടിയാണ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത്.